സമൂഹ മാധ്യമങ്ങളിൽ മോദി സർക്കാർ രാജ്യത്തിൽ നടപ്പിലാക്കിയ ഒറ്റ നോട്ടത്തിലെ തൊട്ടു കാണിക്കാവുന്ന 50 പരിവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തുന്ന മാധ്യമ പോസ്റ്റ് വൈറലാവുകയാണ്. മോദി സർക്കാർ കൊണ്ടുവന്ന നേട്ടങ്ങളെ എണ്ണി എണ്ണി പറയുന്നതാണ് ഈ പോസ്റ്റ്. അതിൽ ഒന്നാമത്തത്, ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് നിർമ്മിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ നിർമ്മിച്ചു, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചു, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം നിർമ്മിച്ചു, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണൽ നിർമ്മിച്ചു, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റിവർ ക്രൂയിസ് കപ്പൽ നിർമ്മിച്ചു, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വൈദ്യുതീകരിച്ച റെയിൽ തുരങ്കം നിർമ്മിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് നിർമ്മിച്ചു, അതായത് സൂറത്ത് ഡയമണ്ട് ബോഴ്സ്, 11 കോടി ടോയ്ലറ്റുകൾ നിർമ്മിച്ചു, 262 മെഡിക്കൽ കോളേജ് നിർമ്മിച്ചു, IIT, എയിംസ്, രാമക്ഷേത്രം പണിതു, ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണ യൂണിറ്റ് നിർമ്മിച്ചു, ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈ സ്പീഡ് ട്രെയിൻ വന്ദേ ഭാരത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺഫറൻസ്, കൺവെൻഷൻ, എക്സിബിഷൻ ഹാളുകൾ, ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ, GDP നിരക്ക് 6.3%, തുടർച്ചയായി 105 മണിക്കൂറും 33 മിനിറ്റും കൊണ്ട്, അതായത് 75 കിലോമീറ്റർ വിറ്റ് മീൻസ് പാത നിർമ്മിച്ചതിന്റെ ഗിന്നസ് റെക്കോർഡ്. 2014 നിർമ്മിച്ച റോഡുകൾ പ്രതിദിനം 2 കിലോമീറ്റർ, 2023 ആയപ്പോൾ 68 കിലോമീറ്റർ. ലോകത്തെ രണ്ടാമത്തെ വലിയ ഫോൺ നിർമ്മാതാക്കളായി ഇന്ത്യയെ ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കി. ഗോതമ്പിന്റെയും അരിയുടെയും ഏറ്റവും വലിയ ഉൽപാദകരായി ഇന്ത്യ നിർമ്മിച്ചു. ഏറ്റവും വിജയകരമായ G20 ഉച്ചകോടി ആതിഥേയത്വം വഹിച്ചു. ആഫ്രിക്കൻ യൂണിയൻ G20യിൽ ഉൾപ്പെടുത്തി, അതിനെ G21 ആക്കി. ചരിത്രപരം. 2014 സ്റ്റാർട്ടപ്പുകൾ 98 മാത്രം. 2023 ആയപ്പോൾ സ്റ്റാർട്ടപ്പുകൾ 1 ലക്ഷം. ഇന്ത്യ ഒട്ടാകെ ഖേലോ ഇന്ത്യ സ്കൂൾ ഗെയിംസ്, യൂത്ത് ഗെയിംസ്, യൂണിവേഴ്സിറ്റി ഗെയിംസ് എന്നിവ സംഘടിപ്പിച്ചു. തൽഫലമായി ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ കായിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് ഇന്ത്യയാണ്, 107. വനിതാ സംവരണ ബിൽ പാസാക്കി, വിജയകരം. ആർട്ടിക്കിൾ 370 നീക്കം ചെയ്യൽ, വിജയകരം. മുത്തലാഖ് നീക്കം ചെയ്യൽ, വിജയകരം. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, വിജയിച്ചു. മേക്ക് ഇൻ ഇന്ത്യ, വിജയകരം. ഡിജിറ്റൽ ഇന്ത്യ, അതായത് UPI, വിജയകരം. ചാർധാം പദ്ധതി, വിജയകരം. സ്വച്ഛ് ഭാരത് അഭിയാൻ, വിജയകരം. VIP സംസ്കാരം ലാൽ ബദി നിർത്തലാക്കി, വിജയിപ്പിച്ചു. ഭാരത് മാല വിജയകരമായത്. സാഗർമാല വിജയിച്ചു. സോജില ടണൽ വിജയകരമായത്. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് വിജയകരം. നോട്ട് നിരോധനം, നോട്ട് ബാൻഡി, ചിത്രം, അടൽ സേതു, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാത. സുദർശൻ സേതു, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം. OROP നടപ്പിലാക്കി. ഗസ്റ്റ് ഫൈറ്റർ ജെറ്റുകൾ. ആയുഷ്മാൻ ഭാരത്, 30 കോടിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ പദ്ധതി. ഗ്രാമ വ്യവസായ വിൽപ്പന 12,800 കോടി, 4 മടങ്ങ് വർദ്ധിച്ചു. സർവകലാശാലകൾ 723 നിന്ന് 1110. ISRO ബജറ്റ് 12,600 കോടി. ഇതൊന്നും കാണാൻ കഴിയുന്നവർക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, ഒരുപാട് വിമർശനങ്ങൾ മോദി സർക്കാരിനെതിരെ ഉയർത്താം. മോദി സർക്കാരിന്റെ ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കം തിരഞ്ഞെടുപ്പ് സമയത്ത് ഇന്നാണ് H-ഫയൽസുമായി രാഹുൽ ഗാന്ധി എത്തിയത്. അതായത് ഹരിയാനയിൽ ഏകദേശം 2 കോടിയിലധികം വോട്ടുകൾ ചോർന്നു, സർക്കാർ വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ടുകൊണ്ടാണ് H-ഫയൽസിന് രാഹുൽ ഗാന്ധി പേരിട്ടിരിക്കുന്നത്. അത്തരത്തിൽ ഒരുപാട് നരേന്ദ്രമോദിക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പലരും രംഗത്ത് തോന്നുന്നു. ചിലതൊക്കെ നമുക്ക് ചിലപ്പോൾ അംഗീകരിക്കേണ്ടി വരും. അദാനിയുടെയും അംബാനിയുടെയുമാണോ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ അദാനിക്കും അംബാനിക്കും തീരെഴുതി നൽകുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് ചോദിക്കണം. വിമർശിക്കേണ്ടത് കൃത്യമായി നമ്മൾ BJP ആണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും വിമർശിച്ചു തന്നെ പോകണം. പക്ഷേ ചെയ്ത നല്ല കാര്യങ്ങൾ, 70 വർഷം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ്, 70 വർഷമാണ്, 1ഉം 2ഉം അല്ല, 70 വർഷമാണ് കോൺഗ്രസ് എന്ന പാർട്ടി ഇന്ത്യ ഭരിച്ചത്. ഇന്ത്യ ഭരിച്ചിട്ട് എന്തൊക്കെ നേടി എന്ന് ചോദിച്ചാൽ, ഇന്നും POKയ്ക്ക് വേണ്ടി നമ്മൾ പാകിസ്ഥാനുമായി അവകാശവാദം ഉന്നയിക്കുന്നു. എന്തുകൊണ്ട് അന്ന് POK നമുക്ക് നേടാൻ കഴിഞ്ഞില്ല? അന്ന് കോൺഗ്രസ് സർക്കാർ ആയിരുന്നു. അതുപോലെ പല അതിർത്തികളിലും ഇന്നും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? നിസ്സംശയം പറയാം, അത് കോൺഗ്രസിന്റെ പിടിപ്പുകേട് കൊണ്ട് തന്നെയാണ്.
കാർഗിൽ യുദ്ധ സമയത്ത് പോലും ഉണ്ടായ സംഭവ വികാസങ്ങൾ നമുക്കറിയാം. ഇന്ദിരാഗാന്ധിയെ നമ്മൾ ഒരുപാട് ധീരയായ പിന്നെ പ്രധാനമന്ത്രിയാണ്, ഉരുക്ക് വനിതയായ പ്രധാനമന്ത്രിയാണ്, പകരം വയ്ക്കാനില്ലാത്ത പ്രധാനമന്ത്രിയാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ആ പ്രധാനമന്ത്രി അടിയന്തരാവസ്ഥ ഉണ്ടാക്കിയതും ആ പ്രധാനമന്ത്രി തന്നെയാണ്. ഇന്ത്യയിലെ കറുത്ത ദിനങ്ങൾ എന്നാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നത്. അത്തരത്തിൽ പല സംഭവ വികാസങ്ങളും ഇന്ത്യയിൽ ഉണ്ടാക്കി. അവർ ഇന്ത്യയിൽ വികസനം ഉണ്ടാക്കിയില്ല എന്നല്ല പറയുന്നത്, അതിൽ പല തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തിനേറെ പറയുന്നു, ഇന്ത്യൻ സേനയ്ക്ക് ധൈര്യമായി ഒരു ഓപ്പറേഷനിൽ പങ്കെടുക്കുവാനുള്ള അധികാരമുണ്ടായിരുന്നോ? അവർക്കൊരു തീരുമാനമെടുക്കുവാനുള്ള അധികാരമുണ്ടായിരുന്നോ? ഇല്ല. ഇന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മാച്ച ഭീകരവാദികൾക്കെതിരെ പോരാടിയത് 2 പെൺപുലികളാണ്. അവരാണ് വന്നിരുന്ന പോരാട്ടത്തെക്കുറിച്ച് ഇന്ത്യൻ ജനതയോട് സംസാരിച്ചത്. നമുക്കറിയാം, ചിദംബരം പറഞ്ഞ വാക്കുകൾ ഓരോ ഇന്ത്യക്കാരനും ആത്മരോക്ഷമുണ്ടാക്കുന്ന വാക്കുകളാണ് ചിദംബരം പറഞ്ഞത്. എന്താണ് ചിദംബരം പറഞ്ഞത്? 26/11 മുംബൈ ഭീകരാക്രമണം നടന്ന സമയത്ത് പാകിസ്ഥാനാണ് അതിന്റെ പിന്നിലെന്നറിഞ്ഞിട്ടും പാകിസ്ഥാനെതിരെ ഒരു ചെറു വിരൽ അനക്കാൻ ഇന്ത്യക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി വന്ന ഇന്ത്യൻ സർക്കാരിനോട് പറഞ്ഞു, പാകിസ്ഥാനെതിരെ ചെറു വിരൽ പോലും നിങ്ങൾ അനക്കരുത്. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ സൈന്യത്തെ ഒന്നുമല്ലാതാക്കി മരിച്ച നമ്മുടെ സഹോദരങ്ങളെ കറിവേപ്പില പോലെ ആക്കിക്കൊണ്ടാണ് അന്ന് കോൺഗ്രസ് അതിലേക്ക് തീരുമാനമെടുത്തത്. നമ്മുടെ മുന്നിൽ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന പാകിസ്ഥാൻ ഭീകരരെയാണെന്ന് നമ്മൾ കണ്ടത്. ഒരുപക്ഷെ അജ്മൽ കസബ് എന്ന് പറയുന്ന 22 വയസ്സ് മാത്രം പ്രായമുള്ള ആ കൊടും കുറ്റവാളിയെ, കൊടും ഭീകരനെ ജീവനോടെ പിടിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു എങ്കിൽ അവന്റെ നെറ്റിയിലെ കുറിയും നെറ്റിയിലെ കുങ്കുമവും കയ്യിലെ ചരടും, കയ്യിലെ പല തരത്തിലുള്ള ചരടും കണ്ട് അവൻ ഹിന്ദു സമുദായത്തിലുള്ള ആളാണ്, അവൻ ഹിന്ദു സമുദായക്കാർ ഇറക്കിവിട്ട് കൊല ചെയ്യാൻ ഇറക്കി വിട്ടതാണ് എന്ന് വരെ ഇവിടെ പറഞ്ഞുണ്ടാക്കിയേനെ. പക്ഷേ നല്ലവനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ കൃത്യമായ ഇടപെടൽ കാരണം ആ ഒരു രീതിയിൽ അതിനെ മറ്റു രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാതെ അത് യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ ഒരു ഭീകര പ്രവർത്തനമായിരുന്നു എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഏത് സർക്കാരുകൾ വന്നാലും, അതിപ്പോ BJP സർക്കാരായാലും കോൺഗ്രസ് സർക്കാരായാലും ഇനി നാളെ CPM വന്നാലും, ഏത് സർക്കാർ വന്നാലും ഇന്ത്യയിൽ വികസനം വേണം, ജനങ്ങൾക്ക് അനുകൂലമായ പദ്ധതികൾ വേണം, ജനങ്ങൾക്ക് വികസനം വേണം, യാത്രാ സൗകര്യം ഉണ്ടാകണം, പബ്ലിക് ടോയ്ലറ്റുകൾ വേണം. ശൗചാലയം എന്ന് പറഞ്ഞ് കളിയാക്കിയവർക്ക് തീർച്ചയായിട്ടും പബ്ലിക് ടോയ്ലറ്റുകൾ വേണം. ഒരു യാത്ര സഞ്ചരിച്ചാൽ ഇപ്പോ പെട്രോൾ പമ്പുകളിൽ കയറാം, പല പെട്രോൾ പമ്പുകൾ ഇപ്പോൾ അനുവദിക്കുന്നില്ല. പക്ഷേ അത്തരത്തിൽ പബ്ലിക് ടോയ്ലറ്റുകൾ ഉണ്ടായാൽ സ്ത്രീകൾക്ക് അത് വലിയ പ്രയോജനമാണ്. ഇല്ലെങ്കിൽ വിശപ്പില്ലെങ്കിലും ആഹാരം കഴിക്കാൻ ഹോട്ടലിൽ കയറി നമ്മൾ അവിടുത്തെ ടോയ്ലറ്റുകൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോ കളിയാക്കിയവർക്കൊക്കെ മുന്നിൽ മോദി സർക്കാർ വിജയിച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോയത് കൊണ്ടാണ്. അതിനെ വിമർശിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിയുമെങ്കിൽ ഇതിലെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത്.